സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബെൽറ്റ് മുറുക്കി കെട്ടാനൊരുങ്ങുകയാണ് ഗ്രൻസ്. രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന കമ്മി കുറയ്ക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നടപടികളുടെ ഭാഗമായി ഫ്രാൻസിൽ 2 പൊതു അവധി ദിനങ്ങൾ നിർത്തലാക്കാൻ നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റൂ. ചൊവ്വാഴ്ചത്തെ 2026 ബജറ്റിന്റെ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് ഈസ്റ്റർ തിങ്കളാഴ്ചയും 2ാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം കുറിക്കുന്ന വിജയദിനം ഫ്രാൻസ് ആഘോഷിക്കുന്ന മെയ് 8-നുള്ള അവധികൾ ഒഴിവാക്കാൻ ബെയ്റൂ നിർദ്ദേശിച്ചു. ആക്രമണങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ഉൾപ്പെടെ ബ്രിട്ടനിൽ വർദ്ധിച്ചുവരുന്ന ജീവന ഭീഷണിയായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളാണ് എന്ന് പോലീസ് അധികൃതരുടെ സൂചന. പലപ്പോഴും കുറ്റവാളികളെയും ചിലപ്പോൾ കുട്ടികളെയും പ്രോക്സികളായി വിന്യസിക്കുന്നു എന്ന് ലണ്ടനിലെ കൗണ്ടർ ടെററിസം കമാൻഡിന്റെ തലവനായ ഡൊമിനിക് മർഫി പറഞ്ഞു. റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ശത്രുതാപരമായ പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും സങ്കീർണതയും പ്രവചിച്ചിട്ടില്ലാത്ത നിരക്കിൽ വളർന്നുവെന്നും ഈ 3 രാജ്യങ്ങളെയും യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് ജീവന ഭീഷണിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൂടുതലായി കാണുന്നു എന്നും ഡൊമിനിക് മർഫി മാധ്യമങ്ങളോട് പറഞ്ഞു. 2017 സാലിസ്ബറിയിൽ റഷ്യൻ ഇരട്ട ഏജന്റ് സെർജി സ്ക്രിപാലിന് നോവിചോക്ക് നാഡി ഏജന്റ് വിഷബാധയേറ്റതിനു ശേഷം ഇത്തരം പ്രവർത്തനങ്ങളിൽ 5 ഇരട്ടി വർധനവുണ്ടായതായും ഇത് റഷ്യൻ ചാരന്മാരാണ് നടത്തിയതെന്നും ലണ്ടൻ പറയുന്നു. ഇംഗ്ലണ്ടിലെ എയർലൈൻ എയർപോർട്ട് ജീവനക്കാർക്ക് വൈകല്യം, പ്രവേശനക്ഷമത എന്നിവയെക്കുറിച്ചുള്ള അവബോധത്തിൽ നിർബന്ധിത പരിശീലനം നൽകണമെന്ന് UK സർക്കാർ ടാസ്ക് ഫോഴ്സ് ആവശ്യപ്പെട്ടു. യാത്രയ്ക്ക് സഹായം ആവശ്യമുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന സമ്മർദ്ദം, ആശയക്കുഴപ്പം, ഉപദ്രവം എന്നിവ ലഘൂകരിക്കുന്നതിനാണ് ഈ നടപടി. മുൻ പാരാലിമ്പിക് താരം ഡാനി ഗ്രേ തോംസൺ നയിച്ച ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട് വികലാംഗർക്ക് വിമാനയാത്രാ അനുഭവം പൊരുത്തമില്ലാത്തതും ചിലപ്പോൾ ദുരന്തകരവുമാകാമെന്ന് പറഞ്ഞു. എയർലൈനുകൾ മൊബിലിറ്റി ഉപകരണങ്ങൾക്കും ഗൈഡ് ഡോഗുകൾക്കും പുറമെ കൂടുതൽ വ്യക്തമായ വിവരങ്ങളും സ്റ്റാൻഡേർഡ് രീതികളും സ്വീകരിക്കണമെന്നും മെച്ചപ്പെട്ട പ്രവർത്തനക്ഷമത, പരാതി നടപടിക്രമങ്ങൾ എന്നിവ സ്വീകരിക്കണമെന്നും അതിൽ പറയുന്നു. വിമാനത്താവള സുരക്ഷാ ജീവനക്കാർ മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ വികലാംഗ യാത്രക്കാർ നൽകിയിട്ടുണ്ട്. സുരക്ഷ ഒരു ഉത്കണ്ഠയുടെയും ആശങ്കയുടെയും പ്രധാന മേഖലയാണെന്ന് ടാസ്ക് ഫോഴ്സ് പറഞ്ഞു. UK-യിൽ മെഡിക്കൽ ടൂറിസത്തിൽ ശരീരഭാരം കുറയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള കുതിച്ചുയർന്ന രീതിയിൽ അടിയന്തര നിയന്ത്രണം ആവശ്യമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഈ മെഡിക്കൽ ടൂറിസം വ്യാപാരം രോഗികളെ അപകട സാധ്യതയിലേക്ക് തള്ളിവിടുന്നു എന്നാണ് മുന്നറിയിപ്പ്. മൗഞ്ചാരോ പോലുള്ള പൊണ്ണത്തടി ചികിത്സിക്കുന്നതിനുള്ള കുത്തിവയ്പ്പുകളുടെ പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ശസ്ത്രക്രിയയ്ക്കായി മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന UK-ക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഏറ്റവും പുതിയ വിശകലനം സൂചിപ്പിക്കുന്നു. കൂടാതെ മെഡിക്കൽ ടൂറിസം വ്യവസായം പ്രതിവർഷം ഏകദേശം 300 ബില്യൺ പൗണ്ട് മൂല്യമുള്ളതായിരിക്കണമെന്നും വർഷം തോറും 25% വളർച്ച പ്രതീക്ഷിക്കുന്നതിനാൽ അന്താരാഷ്ട്ര നിയന്ത്രണം അടിയന്തരമായി ആവശ്യമാണ് എന്ന് BMJ ഗ്ലോബൽ ഹെൽത്ത് ജേണലിലെ ഒരു വ്യാഖ്യാനം പറയുന്നു. ടിക്ടോക്കിലെയും ഇൻസ്റ്റഗ്രാമിലെയും മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങളിലൂടെ പലരും ബാരിയാട്രിക് ശസ്ത്രക്രിയ വിപണനം ചെയ്യുന്നുണ്ട് എന്ന് ഡബ്ലിനിലെ മെഡിസിൻ ആൻഡ് ഹെൽത്ത് സയൻസസ് സർവകലാശാലയിലെയും ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെയും വിദഗ്ധ ഡോക്ടർ ജെസിക്ക മഗ്ഗിർ പറഞ്ഞു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 12ാമത് രാമായണ മാസാചരണം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ നടക്കും. ഈ വർഷവും മുൻകാലങ്ങളിലെ പോലെ അംഗങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും വൈകിട്ട് രാമായണ പാരായണം നടത്തും. സാമൂഹ്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ 12 വർഷമായി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റി രാമായണ മാസാചരണം നടത്തിവരുന്നത്. ഈ തവണത്തെ രാമായണ മാസം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് ഗോപകുമാറിനെയോ സെക്രട്ടറി വിനോദ് ചന്ദ്രനെയോ ബന്ധപ്പെടാം.